നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന കവിതാ സമാഹാരത്തിലെ 101 കവിതകളിൽ ഒന്നാണ് ഞാനിന്ന് അതേക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത്. വിങ്ങുന്ന ഓർമ്മകൾ എന്നതാണ് കവിതയുടെ പേര്. മനുഷ്യ മനസ്സ് എപ്പോഴും അചഞ്ചലമാണ്. കടലിൻ്റെ തിരമാലകളെ പോലെ അത് പൊങ്ങിയും താഴ്ന്നും തെറിച്ചും അടിച്ചു ഉയർന്നും പാറക്കെട്ടുകൾ തല്ലി തകർന്നും തിരമാലകൾ കടലിൽ നിരന്തരം ഉണ്ടാകുകയും ചെയ്യുന്നത് പോലെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയ ഒരു വ്യക്തിയാണ് സ്വാമി അയ്യപ്പൻ എന്ന് വിളിക്കുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങളേ ഉള്ളൂ, പറഞ്ഞാൽ തീരില്ല ദുഃഖങ്ങൾ. വ്യാധികളും ആദികളും ജനിച്ച് വർഷങ്ങൾക്കുള്ളിൽ അച്ഛനും അമ്മയും കാലം കടന്നുപോയി. പിന്നെ തെരുവോരത്തും അവിടെയും ഇവിടെയും എല്ലാം ജീവിച്ച പാവം ഒരു സാധു മനുഷ്യൻ. ഭാര്യയും കുഞ്ഞുങ്ങളും, ഒരു മകൻ്റെ അകാലത്തിലുള്ള വിയോഗം, ഭാര്യ സഹോദരിയെയും കുടുംബത്തെയും സംരക്ഷിക്കേണ്ട അവസ്ഥ. അങ്ങനെ ദുഃഖ സമ്മിശ്രമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. ഞങ്ങളുടെ വീട്ടിൽ വരികയും ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലും കൊച്ചു കൊച്ചു കാര്യങ്ങളിലുമെല്ലാം ഇടപെടുകയും ചെയ്യുന്ന ഒരു പാവ മനുഷ്യൻ. 10-15 കൊല്ലമായി ഞങ്ങളുടെ വീട്ടിൽ നിരന്തരം വരികയും നമ്മളുമായി സംവേദിക്കുകയും നമുക്ക് കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആ മഹത്വമൊന്നും പറയാനില്ല ഇവിടെ. ഒരു വ്യക്തിയെ എങ്ങനെ സ്നേഹിക്കാം, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒരു വ്യക്തിയുടെ കുടുംബത്തെ നമുക്ക് എങ്ങനെ നമ്മളാൽ കഴിയും വിധം സംരക്ഷിക്കാൻ കഴിയും, അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ്. എന്നോ എപ്പോഴോ കണ്ടുമുട്ടിയ സ്വാമി അയ്യപ്പൻ എന്ന് വിളിക്കുന്ന ആ വ്യക്തി ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും. എൻ്റെ മകനും എൻ്റെ സഹധർമ്മിണിക്കും കുടുംബത്തിലുള്ള എല്ലാവർക്കും ഒരു നാൾ അദ്ദേഹം വന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രയാസമാണ്. കാണുമ്പോൾ എന്ത് ഏത് എങ്ങനെ എന്നൊക്കെ പൊട്ടിത്തെറിച്ച് ഞാൻ സംസാരിക്കാറുണ്ട്. പക്ഷെ ആ സാധുവായിട്ടുള്ള മനുഷ്യൻ്റെ മനസ്സ് ശരിക്കും ഞങ്ങൾക്കറിയാം. ആ മനുഷ്യൻ്റെ കുടുംബജീവിതം വളരെ പ്രയാസത്തിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്ന് കരുതി ഞങ്ങളുടെ ജീവിതം വളരെ പോഷായിട്ടും ഉയർന്ന നിലയിലും ആണെന്നുള്ള രീതിയിലല്ല. ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി ഏത് തരത്തിൽ സഹായിക്കാൻ കഴിയും, എങ്ങനെ അവരോട് സ്നേഹമായിട്ട് നമുക്ക് പെരുമാറാൻ കഴിയും, ഏത് തരത്തിൽ ആ കുടുംബത്തെ നമുക്ക് നമ്മളാൽ കഴിയുന്ന തരത്തിൽ സഹായിക്കാൻ കഴിയും എന്നൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ആ ജീവിതം ചിന്തിക്കുമ്പോൾ ആ ജീവിതം മുന്നോട്ട് പോകുന്നത് വളരെയധികം ദുർഘടമായ പാതയിലൂടെയാണ്. വർഷങ്ങളായി അടുപ്പമുള്ള ആ വ്യക്തി നമ്മുടെ ജീവിതത്തിൻ്റെ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഒരു നാൾ കണ്ടില്ലെങ്കിൽ നമ്മൾ തിരക്കും, ഇദ്ദേഹം ഇന്ന് വന്നില്ലല്ലോ എന്ന്. വന്നു കഴിഞ്ഞാലോ എന്തുകൊണ്ട് താമസിച്ചു, എവിടെ പോയി, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമെങ്കിലും ആ ജീവിതം ഒരു വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. വർഷങ്ങളായി ആ മനുഷ്യൻ്റെ ജീവിതം എൻ്റെ മനസ്സിലുണ്ടാക്കിയ ചലനങ്ങളാണ് ഈ കവിതയ്ക്ക് ആധാരം. അതിലെ 3-4 വരികൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഹൃദയബന്ധം എന്നത് നിർവചനീയം, ഹൃദയബന്ധം എന്നത്
നിർവചനീയം. കൊടുക്കൽ വാങ്ങലുകൾക്കപ്പുറമായി മനസ്സിൽ പതിഞ്ഞൊരു അനിർവചനീയമാം അനുഭവം. മനസ്സിൽ പതിഞ്ഞൊരു അനിർവചനീയമാം അനുഭവം. കാലങ്ങൾ എത്രയായി മനസ്സിൽ പതിഞ്ഞൊരു രൂപം. നെറ്റിയിൽ കുറിയിട്ട് കടും നിറത്തിലുള്ള മുണ്ടു ചുറ്റി കാലങ്ങളേറെയായി കാണുന്നു. കാക്കിയുടുപ്പും ധരിച്ചെത്തുന്ന കർമ്മയോഗിയാം അയ്യപ്പനെന്ന സ്നേഹധനായ വ്യക്തി. അയ്യപ്പനെന്ന സ്നേഹധനായ വ്യക്തി. കപടഭാവങ്ങളില്ലാത്ത ശുദ്ധഹൃദയനാം വ്യക്തി. ഹൃദയബന്ധം എന്നത് നിർവചനീയം. കൊടുക്കൽ വാങ്ങലുകൾക്കപ്പുറമായി മനസ്സിൽ പതിഞ്ഞൊരു അനിർവചനീയമാമനുഭവം. മനസ്സിൽ പതിഞ്ഞൊരു അനിർവചനീയമാം അനുഭവം. തുടർന്നുള്ള വരികളും ദൃശ്യാവിഷ്കാരവും നിങ്ങൾ കാണുക. ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം. ഹൃദയബന്ധം എന്നത് നിർവചനീയം. ഹൃദയബന്ധം എന്നത് നിർവചനീയം. കൊടുക്കൽ വാങ്ങലുകൾക്കപ്പുറമായി മനസ്സിൽ പതിഞ്ഞൊരു അനിർവചനീയമാം അനുഭവം. മനസ്സിൽ പതിഞ്ഞൊരു അനിർവചനീയമാം അനുഭവം. കാലങ്ങൾ എത്രയായി മനസ്സിൽ പതിഞ്ഞൊരു രൂപം. കാലങ്ങൾ എത്രയായി മനസ്സിൽ പതിഞ്ഞൊരു രൂപം. നെറ്റിയിൽ കുറിയിട്ട് കടും നിറത്തിലുള്ള മുണ്ടു ചുറ്റി കാലങ്ങളേറെയായി കാണുന്ന കാക്കിയുടുപ്പും ധരിച്ചെത്തുന്ന കർമ്മയോഗിയാം അയ്യപ്പനെന്ന സ്നേഹധനായ വ്യക്തി. കപടഭാവങ്ങളില്ലാത്ത ശുദ്ധഹൃദയനാം വ്യക്തി. ജീവിതം ദുർഘടമായി തുടരുന്ന മനുഷ്യ മനസ്സ് ജനിച്ചു വളരാൻ തുടങ്ങുന്നതിനു മുന്നേ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുഞ്ഞു മനസ്സിനുടമ. പിന്നെയോ ആരോരുമില്ലാത്തൊരു ജീവിതം. മുന്നോട്ടുള്ള പ്രയാണം എത്തരത്തിലാവണമെന്ന് കരുതലില്ലാതെ കടവരാന്തകളിൽ അന്തിയുറങ്ങി ഒടുവിൽ കാമുകിൽ വന്നന്റെ നിറമുള്ള സുലോചനയിൽ തൻ്റെ ജീവിതം കോർത്തു മുന്നോട്ടു പോകുന്ന മനുഷ്യപുത്രൻ. ഹൃദയബന്ധം എന്നത് നിർവചനീയം. കൊടുക്കൽ വാങ്ങലുകൾക്കപ്പുറമായി മനസ്സിൽ പതിഞ്ഞൊരു അനിർവചനീയമാമനുഭവം. കാലങ്ങൾ എത്രയായി മനസ്സിൽ പതിഞ്ഞൊരു രൂപം. കാലത്തിൻ്റെ വെള്ളിമേഘങ്ങൾ ശരീരത്തെ ബാധിച്ചൊടുവിൽ. കാലത്തിൻ്റെ വെള്ളിമേഘങ്ങൾ ശരീരത്തെ ബാധിച്ചൊടുവിൽ. മാറാൻ കഴിയാത്ത വല്ലായ്മകളും സ്വാരസ്യങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ സുഖമെന്ന പട്ടുമെത്തയിൽ ഒരു രാവ് കഴിയാൻ കഴിയാത്ത നിയോഗത്താൽ വലയുന്നു. കാലത്തിൻ്റെ വെള്ളിമേഘങ്ങൾ ശരീരത്തെ ബാധിച്ചൊടുവിൽ. മാറാൻ കഴിയാത്ത വല്ലായ്മകളും അസ്വാരസ്യങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ സുഖമെന്ന പട്ടുമെത്തയിൽ ഒരു രാവ് കഴിയാൻ കഴിയാത്ത നിയോഗത്താൽ വലയുന്നു. കർമ്മഫലമോ മുജ്ജന്മപാപമോ ആർക്കറിയാം. കർമ്മഫലമോ മുജ്ജന്മപാപമോ ആർക്കറിയാം. ആ നല്ല മനുഷ്യന്റെ പിറവി ദുഃഖക്കടലിൽ മുങ്ങിത്താഴുകയായി. ഒരു കച്ചിത്തുരുമ്പ് പിടിച്ചു കയറാൻ ശ്രമിക്കും തോറും പാളിപ്പോകുന്ന ജീവിതം.
ഒരു കച്ചിത്തുരുമ്പ് പിടിച്ചു കയറാൻ ശ്രമിക്കുന്തോറും പാളിപ്പോകുന്ന ജീവിതം. ഉണ്ടും ഉണ്ണാതെയും കാലത്തെ പഴിക്കാതെ അധ്വാനിക്കുന്ന പാന്തൻ. ഓർക്കുക വയ്യ ഈ മനുഷ്യന്റെ കണ്ണീർ കഥകൾ. ഓർക്കുക വയ്യ ഈ മനുഷ്യന്റെ കണ്ണീർ കഥകൾ. ഞാൻ കണ്ട മനുഷ്യരിൽ മനുഷ്യനായി തിരഞ്ഞെടുക്കേണ്ട വ്യക്തിത്വം. ഞാൻ കണ്ട മനുഷ്യരിൽ മനുഷ്യനായി തിരഞ്ഞെടുക്കേണ്ട വ്യക്തിത്വം. ഞാൻ കണ്ട മനുഷ്യരിൽ മനുഷ്യനായി തിരഞ്ഞെടുക്കേണ്ട വ്യക്തിത്വം. പരിശുദ്ധമാം ജീവിതത്തിൽ കൈപ്പുനീർ മാത്രം കുടിച്ചിറക്കുന്നു. പരിശുദ്ധമാം ജീവിതത്തിൽ കൈപ്പുനീർ മാത്രം കുടിച്ചിറക്കുന്നു. മറക്കിൽ ഒരിക്കലും അയ്യപ്പനെന്ന മനുഷ്യ സ്നേഹിയെ. ഹൃദയബന്ധം എന്നതു നിർവചനീയം. കൊടുക്കൽ വാങ്ങലുകൾക്കപ്പുറമായി മനസ്സിൽ പതിഞ്ഞൊരു അനിർവചനീയമാം അനുഭവം. കാലങ്ങൾ എത്രയായി മനസ്സിൽ പതിഞ്ഞോരു രൂപം. നെറ്റിയിൽ കുറിയിട്ട് കടും നിറത്തിലുള്ള മുണ്ടു ചുറ്റി കാലങ്ങളേറെയായി കാണുന്ന കാക്കിയുടുപ്പും ധരിച്ചെത്തുന്ന കർമ്മയോഗിയാമയ്യപ്പനെന്ന സ്നേഹധനായ വ്യക്തി. കപടഭാവങ്ങളില്ലാത്ത ശുദ്ധഹൃദയം വ്യക്തി. കപടഭാവങ്ങളില്ലാത്ത ശുദ്ധഹൃദയനാം വ്യക്തി. കപടഭാവങ്ങളില്ലാത്ത ശുദ്ധഹൃദയനാം വ്യക്തി.